അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ നിങ്ങൾ കാശ് കൊടുത്ത് ഇതുപോലുള്ള വള്ളി കേസുകൾ എടുത്ത് തലയിൽ വെക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെയൊക്കെ പോയിട്ട് ടാറ്റു ചെയ്യാം. അത് തന്നെ ആള്. ഹേ ഗൈസ്, ഇപ്പോൾ ടൈം രാത്രി 11:30. ഇവിടെ പണിമൂല ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഇനി 2 ദിവസം കണ്ടേ ഉള്ളൂ ഉത്സവം. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പ്ലാൻ ഇട്ടിരിക്കുകയാണ് ഞാനും മേഘയും. ഇനി പോവാം, വാ. മേഘ മിക്കാറും അവിടെ എത്തുമ്പോഴേക്കും ഉറക്കമാവും. അവൾ ഉറങ്ങേണ്ട ടൈമൊക്കെ കഴിഞ്ഞു. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ട് വരാം. ഹെൽമറ്റ് എടുത്തു. എടി നിൻ്റെ സ്കൂട്ടറിൽ പോവാം. ഓക്കെ, ഹെൽമറ്റ് എടുത്ത് വെച്ചേക്ക്. വല്ല ചെക്കിങ് വല്ലതും ഉണ്ടെങ്കിലോ? അല്ലെങ്കിലും ഹെൽമറ്റ് വേണം ഗൈസ്. അതെന്ത് ചോദ്യം? ഓ, നിന്റെ മുടി ഒതുക്ക്, ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കാതാ. ഗൈസ്, നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് അവിടെ പോയി, അമ്പലത്തിൽ പോയി. ഇവിടെ ഉറക്കാകുമ്പോഴത്തേക്കും ഞാൻ ബൈക്ക് എടുത്തിട്ട് രാത്രിയൊക്കെ പോയിട്ട് അവിടെ പോയിരുന്ന് കഥകളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നിനിപ്പോൾ കഥകളി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ നമുക്ക് കഥകളിയൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അടിപൊളിയാണ്. വണ്ടി എടുത്തോ, വണ്ടിയുടെ ചാവി എടുത്തോ. വണ്ടിയുടെ ചാവി എവിടെ വെച്ചാ? വണ്ടിയുടെ ചാവി കാണാനില്ല. കണ്ടു ഗൈസ്, ഞാൻ തന്നെ കൊണ്ട് മേശക്കകത്തിട്ട. നീയാണോ കൊണ്ടിട്ട? 4 എടുത്തകത്തിട്. ഓക്കെ ഗൈസ്, അപ്പോൾ ലൈറ്റെല്ലാം അണച്ചിട്ടോ? എന്തിനി? എന്തിനി? അതിന് ഒരു ലൈറ്റ് ഇട്ടിട്ട് പോന്നാ? ഫോണിൽ വെട്ടണ്ടല്ലോ, നമ്മൾ വരാൻ ലേറ്റ് ആവണമെങ്കിലോ? ഓക്കെ, എല്ലാ ലൈറ്റും അണച്ചു ഗൈസ്. ഇനി നമുക്ക് ഇറങ്ങാം. നമ്മൾ അടുത്ത ഫ്ലാറ്റിലൊക്കെ ആൾക്കാരെല്ലാം ഉറക്കമായി. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. ബൈ, ഇവളുടെ സ്കൂട്ടറിലാണ് പോണ. ബാ, എല്ലാവരും ഉറക്കമായി ഗൈസ്, നമുക്ക് പോവാം. ഇവിടെ വന്ന് കയറ്. കിടക്കുന്ന സാധനം കണ്ടാ? ഫോർച്യൂണറാണ് എൻ്റെ ഫേവറേറ്റ്, എൻ്റെ മേഘയുടെയും ഫേവറേറ്റ്. ഒരു ഡേ എടുക്കണം നമുക്ക് ഗൈസ്. ഇനി അമ്പലത്തിലെത്തിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ പണിമൂല ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. എല്ലാവരും പോയെന്നാണ് തോന്നണം. മണി ഇപ്പോൾ 12 കഴിഞ്ഞല്ലേ? 12 ആയെന്ന് തോന്നുന്നു. ടോയ്സ് ആ സൈഡിൽ, ടോയ് കാറ്. ഗൈസ്, ഇവിടെ ഒരു ആനയുണ്ട്. നമുക്ക് വണ്ടി വേറെ ആനയുടെ അടുത്തുനിന്ന് മാറ്റി വയ്ക്കാം, ഇല്ലെങ്കിൽ പണിയാവും. ഗൈസ്, നമ്മൾ വന്നപ്പോൾ ആൾക്കാരെല്ലാം പോയി. എന്തായാലും നമുക്കിവിടെ ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വരാം. പോയിരുന്ന് കഥകളി കാണാം. നിങ്ങൾക്ക് ഇവിടുത്തെ ആനയെ കാണിച്ചു തരാം കേട്ടോ. ഇത് കുറേ ദിവസം കൊണ്ട് ഇവിടെ ഞങ്ങൾ നിർത്തിയേക്കണം. കണ്ടു ഗൈസ്, ആനയുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആനയ്ക്ക് പേരൊന്നും ഒരു കാണുന്നില്ല ഗൈസ്. പക്ഷേ സംഭവം കൊള്ളാം, വലിയ കൊമ്പൊക്കെയാണ്. എന്താ നല്ലയിടത്ത് എറിയാം. എന്തോ പോവാം നമുക്ക്. ബാ. ഇവിടെ കുറേ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ ലേറ്റായി പോയതുകൊണ്ട് അവരെല്ലാം അടച്ചിട്ടൊക്കെ പോയി. നമുക്ക് ഇതുവഴി പോയാൽ അത് അപ്പുറം വഴി വരാം. ഈ നിൽക്കുന്ന സാധനം എന്താണെന്ന് അറിയാമോ? കാട്ടുള്ളി മണപ്പിച്ചിട്ടുണ്ടോ? മണപ്പിക്കടി, അടിപൊളിയാണ്. എന്തോടി? യെസ്. ഇവിടെ അന്നാന എല്ലാ ദിവസവും ഉണ്ടോ ഗൈസ്? ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. ഇവിടത്തേക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഇപ്പോൾ വീടെത്തി ഉറക്കമായി കാണും. ആണോ? ഇവിടെ സദ്യ എന്തര പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അടുത്തായിട്ടും ഇതൊന്നും അറിഞ്ഞില്ല. നാളെ പറ്റുമെങ്കിൽ നമുക്ക് നേരത്തെ വരാം. പയസോ? ഗ്രൗണ്ടിലോട്ടൊക്കെ ആളുണ്ട് കേട്ടോ. എല്ലാവരും ഒതുക്കൽ പരിപാടികളൊക്കെ നടക്കുവാണ് ഗൈസ്. നിങ്ങൾക്ക് ചെറിയ കാശിൽ നിങ്ങളുടെ ശരീരമൊക്കെ നശിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സാധനം ഞാൻ കാണിച്ചു തരാം. കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ ടാറ്റു അടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ കണ്ട കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അടിക്കാൻ പാടില്ലാന്ന്.
പക്ഷെ ആൾക്കാർ അടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വന്നിട്ടൊന്നും ടാറ്റൊന്നും ചെയ്യരുത് ഗൈസ് നിങ്ങൾ. How much bro? How much? 50. പെയിൻ എടുക്ക പെയിൻ 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 വേദന. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് വേണ്ട എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഒന്നും നിങ്ങൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ പോയിട്ട് 50 രൂപയ്ക്കൊക്കെ ടാറ്റു അടിക്കുക. നമ്മുടെ സ്കിന്നിൻ്റെ സെക്കൻഡ് ലെയർ ഡെർമസിലേക്കാണ് ഈ ഇങ്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കയറ്റുന്നത്. അപ്പോൾ അത് പല ആൾക്കാരിലും കുത്തിവെക്കുന്ന സെയിം സൂചിയും സെയിം ഇങ്കും ഇട്ടിട്ട് നിങ്ങളുടെ സ്കിന്നിലും കുത്തി കയറ്റുമ്പോൾ എന്തൊക്കെ വരാമെന്ന് അല്പമെങ്കിലും ബോധമുള്ള ആൾക്കാർ ചിന്തിച്ച് നോക്കുക. എന്നിട്ട് പോയി ഇതിലൊക്കെ കൊണ്ട് തലവെച്ച് കൊടുക്കുക. ഓക്കെ, എല്ലാവരും കുത്തിയിട്ട് പിന്നെ അത് അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറഞ്ഞ് വന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉത്സവപ്പറമ്പിലൊക്കെ പോയിട്ട് ടാറ്റു ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത് ഭയങ്കര ഡേഞ്ചർ കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല, എന്ത് അസുഖവും വരാം. ഇതിപ്പം 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്റ്റുഡിയോ പോയി ചെയ്യുവാണെങ്കിൽ 1000 രൂപ ആവത്തുള്ളൂ. അപ്പം ഈ ഒരു വേരിയേഷൻ കണ്ടിട്ടാണ് നിങ്ങൾ പോയി ചെയ്യുന്നുണ്ടെങ്കിൽ പോയി ചെയ്തോ, ഒരു പ്രശ്നമില്ല. നമ്മൾ ടാറ്റു ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ നീഡിൽ സ്കിന്നുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ളതാണ് നീഡിലും ഇങ്കും. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഫ്രഷായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ നോക്കിക്കോണം. ഞാൻ അവിടെ വായും തുറന്ന് കഴിക്കണം. പിന്നെ പോയി ഒരു പാട്ടുപാടി കുറേ ഇടി ചുമ്മാ ആയി. നീ ടാറ്റയൊക്കെ കാണിച്ചാൽ അത് ഇങ്ങോട്ട് വരും. നീ വിളിച്ചുണർത്തിയാ? ഗൈസ്, അവിടെ കഥകളി നടക്കുകയാണ്. നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് അവിടെ പോയിരുന്ന കഥകളി കാണാം. എല്ലാ ദിവസവും ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെയാണ് അമ്പലം. ഞാൻ പിന്നെ അമ്പലത്തിലൊന്നും കയറാത്തതുകൊണ്ട് അകത്ത് കയറാനെല്ലാം അടച്ചു കേട്ടോ. അവിടെ എടേ അങ്ങോട്ട് പോവാം. മേടിച്ചാടി എടീ, റയർ സാധനം കൊണ്ടടി, അടിപൊളി സാധനം ഉണ്ട്. ദേവുൻ്റെ ഇരിക്കണ കാർ ടോയ് കാറൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇതെത്ര ഏട്ടാ? 270. റെഡ് സീറ്റൊക്കെ വരണയാണ് ഗൈസ്, അടിപൊളി. 270 അല്ലേ? പഴയ വിൻറ്റേജ് ഒരു കാർ ഇരിപ്പുണ്ട്. ഇതെത്ര ബ്രോ? 200 ഗൈസ്. അതിൻ്റെ തന്നെ വേറൊരു കളർ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് 200 റേറ്റ് വരുന്നത്. ഈ കാർ ഞാൻ മേടിച്ചു ഗൈസ്, ബാങ്കിൽ മേടിച്ച് അവിടെ വെച്ച്. ഓ നൈസ്, കുറേ കളക്ഷൻ ഉണ്ട് ഗൈസ്. ഗൈസ്, ഒരു അടിപൊളി മെറ്റൽ ബോഡിയാണ് കേട്ടോ. ഓ ഗൈസ്, ഇത് കൊള്ളാം കേട്ടോ. ഇതിനകത്ത് ചെയിൻ പോലത്തെ എന്തോ സെറ്റപ്പ് ഉണ്ട്. ഇത് കറക്കിക്കേ. കൊള്ളാം ഗൈസ്. നമ്മുടെ സ്റ്റാൻഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, ഇതിന് 450 രൂപയാണ്. ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് എത്ര വരും? ഡിസ്കൗണ്ട് പോയിട്ട് 420 അവർ കൊടുക്കും. ഓക്കെ, അടിപൊളി കേട്ടോ. കാറ് കണ്ടപ്പോൾ എല്ലാം മേടിക്കാൻ തോന്നണം. ഇത് വളമല്ല നോക്കണ, നീ ഇടൂലേ? ഗൈസ്, ലേഡീസിനൊക്കെ ഇഷ്ടം പോലെ കമ്മലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവൾ കമ്മലെടുക്കട്ടെ ഗൈസ്, നോക്കാം. എവിടെ? കൊള്ളാം, കമ്മൽ കൊള്ളാം. ഇതെന്താ ഇങ്ങനെ? എടി, ഇത് 2 കമ്മലടി. ഓ, ഇത് സംഭവം മേൽക്കാത് കുത്തൂലേ? ഇത് ഒന്നിച്ചല്ല ഇരിക്കണ ഉണ്ടോ? ഈ മേളിലത്തത് വേറെ. ഓ, ഇതൊന്നും കൊള്ളൂല.
ടോപ്പിലിരിക്കണ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അത് ഇതൊരെണ്ണം ഫിക്സ് ചെയ്തു. ഇതെന്തൊക്കെ വള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇപ്പം. അപ്പോൾ നമ്മൾ ഇത് 2 ഫിക്സ് ആക്കിയിട്ടുണ്ട്. ചവക്കുള്ള എടുത്ത് ഇനി അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുക്കണൊക്കെ ഇവിടെ റിജക്ട് ചെയ്യണം ഗൈസ്. ഞാൻ അടിപൊളി എടുക്കുന്നതാണ്ടാ. അതിന് ഈ കളറൊക്കെ ഇടും ഇത്രയും. ഇത് മതിയാ എടി, കളർ ഓക്കെ ആണോ ഗൈസ്? ഒരു കൗതുകംകാരൻ എടുത്ത കമ്മലാണ്, കൊള്ളാം കേട്ടോ. എന്തോന്നിത് ഉച്ചയ്ക്ക് അയ്യേ അത് കൊള്ളൂല ഗൈസ്. ഗൈസ് ഒരെണ്ണം ഇതെടുത്തു. ഇത് സംഭവം കണ്ടിട്ട് നല്ല രസമുണ്ട്. ഇതും കൊള്ളാം. ഇതും ഒരെണ്ണം ഇതും എടുത്ത്. ക്യൂട്ടസ് അറിഞ്ഞൂടാത്തവരൊക്കെ കണ്ടോ. എന്താ എടി നെയിലുണ്ട്, നെയില് ഗൈസ്. നിങ്ങൾക്ക് നഖമില്ലാത്തവർക്ക് കണ്ട നഖം വെക്കാം ഇതില്. ഇതിന് പ്രൈസ് ഒന്നുമില്ലേ? ഇതിന് എത്ര രൂപ? ഇതിനെത്ര രൂപ? നെയിലിൻ്റെ വെറൈറ്റി സാധനങ്ങളുണ്ട്. ലേഡീസിനൊക്കെ എന്തൊക്കെ സാധനങ്ങളാണത്. ഇത്രയും സാധനങ്ങളാണ് ഗൈസ് ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ കാരണം. അവളവിടെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവളുടെ ശരീരത്തിൽ എന്താ കയറി പോകുന്നു. ഇത് വിട്ടിലേക്കാണ്. പോയി. നമ്മൾ ഏതെടുത്താലും 40 രൂപയുള്ളൂ കേട്ടോ. ഒരുപാട് കളക്ഷനുണ്ട്. പണിമൂല ക്ഷേത്രത്തിലാണ്. ഇനി 2 ദിവസം അവിടെ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്നൊന്ന് മേടിക്കുക. 9, 11, 14. നമ്മളിവിടെ കമ്മലൊക്കെ മേടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് 2 പേരെ കണ്ട്. അമ്പാടി ഗൈസ് ഇതാ നിൽക്കുന്നു. ഉമ്മാർ ഇവിടെ തന്നെ. നീയൊക്കെ ഇവിടെ തന്നെയാടേ. വ്ളോഗാണ്. ഇന്നലെ എപ്പോൾ പോയി? ഇന്നലെ ഒരു കുറച്ച് കഥകളി കഴിഞ്ഞാടാ. നമ്മളിപ്പോൾ വന്നേ ഉള്ളൂ. നമ്മൾ 2 പേരേ ഉള്ളൂ. ഇതാണ് ഗൈസ് മേഘയുടെ പുതിയ ഫോണ്. ക്യാമറ ഓണാക്കിട്ടോ അങ്ങോട്ട് കാണിച്ചാ. ക്യാമറ ക്വാളിറ്റിയൊക്കെ ഉണ്ടെന്നേ. അതാണ് ഗൈസ്. വലിയ രസമൊന്നുമില്ല ഗൈസ്. കൊണ്ടുപോടി. ഞങ്ങൾക്ക് അവളുടെ കൂടെ പഠിച്ച വെച്ചെന്നും പറഞ്ഞ് പോയി മിണ്ടാൻ പോയാണ്. അവര് തന്നെ കേട്ടോ. അവര് ചങ്ക് ഫ്രണ്ട്സ് ആയിരുന്നു ഗൈസ്. ഇത്രയും നേരം ഡൗട്ട് അടിച്ച് ഇതിന് പോണ വേണ്ടത്. ഓക്കെ മേഘ രക്ഷപ്പെട്ടു ഗൈസ്. നമ്മളാണ് ചമ്മിയത്. അവൻ ഇങ്ങനെ വിട്ടില്ലേ? അവൻ നോക്കിയെന്ന് പറഞ്ഞ അവനെ വിടണല്ലോ ഗൈസ്. അവിടെ തന്നെ പിടിച്ചെടുത്തേക്കുന്നു. വള എടുത്തിട്ട് പോയാൽ മതിയെന്ന്. ഇതുവരാനുണ്ട ഇതുവരെ വന്നില്ല ഗൈസ്. സ്റ്റിൽ പോസ്റ്റിംഗ്. അവൾ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ നിന്നെ ഞാൻ വിടൂല. അത് തന്നെ ആള് എന്തൊരു പറഞ്ഞു. ഓക്കെ ഗൈസ്, ഇനി എന്താ പരിപാടി? ചായ കുടിക്കാൻ പോ. എടാ പോട്ടാന്നാ വരണ ചായ കുടിക്കാൻ വന്നോ? ഓക്കെ ബൈ. ഇനി നാളെ പറ്റുമെങ്കിൽ കാണാം. നമുക്ക് പോയി ചായ കുടിച്ചിട്ട് വരാം. കട അടച്ചാന്ന് അറിഞ്ഞൂടാ, എന്തായാലും പോയി നോക്കാം. ഇതാണോടി? എത്ര ഏട്ടാ? 60. ചായം കുടിച്ചോണ്ട് നമുക്ക് പോയിട്ട് കഥകൾ കാണാം. ഗൈസ്, ഈ ചേച്ചിയിൽ നിന്ന് പണിമുല വരുന്നവര് പപ്പടം മേടിക്കണം. ഒരു കവറിന് 50 രൂപയുള്ളൂ. എല്ലാവരും മേടിച്ച് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ.
കഥകളി അറിഞ്ഞൂടാത്തവർക്കായിട്ട് സൈഡിൽ അവർ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ എന്താ ഇത് വായിച്ചിട്ട് നിങ്ങൾ ഇത് കാണുക. ഇതിലെഴുതി കാണിക്കണതാണ് അവിടെ കാണിക്കേണ്ടത്. അത് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണൂല ഗൈസ്. അതുകൊണ്ട് കഥകളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവർ ചുക്കാപ്പിക്ക് കപ്പ് കൊണ്ട് തന്ന് ചുക്കാപ്പി എത്തിയില്ല. ബിസ്ക്കറ്റ് കഴിഞ്ഞു ഗൈസ്. വേണ്ടടാ, അവിടെ നിന്ന് ചുക്കാപ്പി വരണം, നമുക്കത് കുടിക്കാം. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സെറ്റപ്പുള്ള അറിഞ്ഞത്. ഇല്ലെങ്കിൽ ചായ മേടിക്കണ്ടായിരുന്നു. അതെ അതെ, ഉറങ്ങൂല ഗൈസ്. മതി കേട്ടോ. അയ്യോ എടി, ഇത് മറ്റേ പനിക്കൊക്കെ തരണ സാധനമില്ലേ? ഇത് മറ്റേ പനിക്കൊക്കെ തരണയില്ലേ? ഇത് വേണ്ട, എനിക്ക് ഇത് നീ കുടിച്ചോ ഈ ഗ്ലാസ് കൂടെ? ഓക്കെ ഗൈസ്, കുടിച്ചിട്ട് തരാം. ഇപ്പൊ ടൈം 1 മണിയാണ്. ഈ ടൈമിലും ഇത്രയും ആൾക്കാർ കഥകളി കാണാനായിട്ടുണ്ട്. കഥകളിക്ക് ഇത്രയും ഫാൻസ് കൊള്ളാം. ഗൈസ്, അവിടെ എന്താ വിളിയൊക്കെ കേൾക്കണം? എന്തുവാണ് വേണ്ട ഗൈസ്, കഥ അറിഞ്ഞു തുടങ്ങി അവിടെ വായിച്ചത്. ഇപ്പൊ പോയാലോ? ഇവിടെ എന്തായാലും അറിഞ്ഞിട്ടാന്ന് തന്നെ കാണണം. നിനക്കല്ല മനസ്സിലാവണം. എനിക്കാണ് ഉറക്കം പറഞ്ഞു. നല്ല രസമുണ്ട് സംഭവം. പൊട്ടനായി കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. കഥ അറിഞ്ഞോടാത്തോണ്ട് അതാണിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ കഥ രണ്ട് സൈഡിൽ എഴുതി കാണിക്കും. പക്ഷെ അതവര് കൊണ്ടുവച്ച സ്ഥലം ഞാൻ കാണിച്ചുതരാം. കണ്ട, ആ സ്ക്രീൻ വെച്ചതിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇങ്ങനൊരു സാധനം. ആ സ്ക്രീൻ ഇങ്ങോട്ട് എവിടെയെങ്കിലും കയറ്റി വെച്ചാൽ പോലെ ഇത്രയും സ്പേസ് കിടപ്പുണ്ട്. ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്തെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. രണ്ട് സൈഡിലും നമുക്ക് വായിക്കാൻ പറ്റൂല. എന്താ അല്ലേ ഒരു പോവാടി. ഗൈസ്, ഈ ബ്ലാക്ക് കുറച്ച് ഡേഞ്ചറാണ്. അവിടെ എഴുതി കാണിക്കണുണ്ടോ? ചോര കൊണ്ട് ഇപ്പോൾ തന്നെ പ്രാതൽ കഴിക്കാൻ വൈകി എന്നൊക്കെയാണ് അവിടെ എഴുതി കാണിക്കണം. ഇതാണ് വില്ലൻ. ഈ ബ്ലാക്ക് ഡ്രസ് ഇട്ടേക്കുന്നത് വില്ലൻ, മറ്റേത് നടൻ. അവിടെ ഒരു മാമി ഒറ്റയ്ക്ക് കിടന്ന് ജോലി എടുക്കുന്നു. ആ കസേരയെല്ലാം അടുക്കിപ്പറക്കി വയ്ക്കുകയാണ്. അടുക്കിപ്പറക്കി പാവം. ഇതാണ് അങ്ങനെ ഉറക്കായെന്ന് തോന്നുന്നു. നമ്മൾ പോവാനായിട്ട് വന്നപ്പോൾ ആടി പോണല്ലേ. തുമ്പിക്കൈയുടെ വെയിറ്റ് താങ്ങാൻ വയ്യാത്തോണ്ടായിരിക്കും അതിന്റെ മണ്ട വെച്ചേക്കണം. ഉറങ്ങിക്കോ. മേഘ പറയണ അതിനൊരു ബെഡ്ഷീറ്റ് കൂടെ കൊടുക്കേ. ഓർഡർ ചെയ്ത് പറ. പാവല്ലേ, കിടന്നുറങ്ങടാ. ടൈം ഇപ്പോൾ 3 മണി ആവാനായിട്ടുണ്ട്. ഞാനിവിടെ എഡിറ്റിങ് ചെയ്ത് പിന്നെ മേഘ എഗ്ഗൊക്കെ ഉണ്ടാക്കി തന്ന് ഒരു കട്ടർ കിട്ടി തന്നു. ഇതും കഴിച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാനിട്ടിരിക്കണം. അപ്പോൾ അതും കൂടി എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ. മേഘ കിടന്നു. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെയോ ഉച്ചയ്ക്കോ ഇങ്ങനെയൊക്കെ കാണാം. ബൈ.